ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ LDC, LGS പോലീസ് പരീക്ഷകൾക്കായിട്ട് പ്രത്യേക പരിഗണന നൽകി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള റാങ്കിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126 ഏറ്റവും അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാൻ. 2023 ഇന്ത്യയുടെ സ്ഥാനം 126 തന്നെയാണ്. 1-ാം സ്ഥാനം ഫിൻലൻഡ്. ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 അതിൽ 1-ാം സ്ഥാനം അമേരിക്കയ്ക്കും ഇന്ത്യയുടെ സ്ഥാനം 42. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള രാജ്യം ബംഗ്ലാദേശും ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ഏറ്റവും മലിനമായിട്ടുള്ള തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഏറ്റവും മലിനമായിട്ടുള്ള മെട്രോപൊളിറ്റൻ നഗരം ബെഗുസറായ് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബെഗുസറായ്, ബീഹാർ. മാനവ വികസന സൂചിക 2023-24 പ്രകാരം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്വിറ്റ്സർലൻഡും ഇന്ത്യയുടെ സ്ഥാനം 134. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 1-ാം സ്ഥാനം ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നിവർ ചേർന്ന് പങ്കിടുന്നു. 85-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2023 1-ാം സ്ഥാനം ജപ്പാൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 2023 80. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 2023 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40. 1-ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. 2023 കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8. 2023 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 13. 1-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാനും. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 111. 1-ാം സ്ഥാനം ബെലാറസും. 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഏറ്റവും അഴിമതി കുറഞ്ഞിട്ടുള്ള രാജ്യം ഡെൻമാർക്കും ആണ്. ഇന്ത്യയുടെ സ്ഥാനം 93. ഏറ്റവും അഴിമതി കൂടിയ രാജ്യമാണ് സൊമാലിയ. ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2023 പ്രകാരം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് സ്വിറ്റ്സർലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 103. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2023 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 127. ആഗോള സമാധാന സൂചിക 2023 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യക്ക് 126-ാം സ്ഥാനം. ഏറ്റവും അവസാനം സ്ഥാനമായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് 2023 ഏറ്റവും ജീവിത ചിലവേറിയിട്ടുള്ള നഗരമാണ് സിംഗപ്പൂർ. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ 2023 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഡെൻമാർക്ക്. ഇന്ത്യക്ക് 40-ാം സ്ഥാനവുമാണ്. രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലയും കണ്ടെത്തുന്നതിനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഓവറോൾ റാങ്കിങ്ങിൽ 1-ാമതെത്തിയത് IIT മദ്രാസാണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് 47-ാം സ്ഥാനമാണ് ലഭിച്ചത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി റാങ്കിങ് എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർസ് ആയിട്ടൊക്കെ വരുന്ന ഒരു ടോപ്പിക് ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സിനെ കുറിച്ചുമൊക്കെ എന്നെ കമൻ്റായിട്ട് ഇട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ.
ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് LDC LGS ടോപ്പിക്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.